പ്രധാന വാർത്തകൾ വായിക്കുന്നത് ഗീത PV. ട്രംപിൻ്റെ ആദ്യ ദിനം. ലോകത്തെ ഞെട്ടിച്ച് ഉത്തരവുകൾ. വെട്ടിത്തുടങ്ങി. WHO-യിൽ നിന്നും പാരീസ് ഉടമ്പടിയിൽ നിന്നും US പിന്മാറി. ജന്മാവകാശ പൗരത്വ സമ്പ്രദായം നിർത്തലാക്കി. വാഷിംഗ്ടൺ. അമേരിക്കയുടെ പ്രസിഡന്റായി അധികാരം തിരികെ പിടിച്ച ഡൊണാൾഡ് ട്രംപ് ആദ്യ ദിവസം തന്നെ ലോകാരോഗ്യ സംഘടനയിൽ നിന്നും പാരീസ് കാലാവസ്ഥാ ഉടമ്പടിയിൽ നിന്നും US പിന്മാറുന്ന ഉത്തരവുകളിൽ ഒപ്പിട്ടു. അനധികൃത കുടിയേറ്റക്കാർക്ക് US-ൽ ജനിക്കുന്ന കുട്ടികൾക്കും പൗരത്വം ലഭിക്കാൻ സൗകര്യമൊരുക്കുന്ന തരത്തിലുള്ള ജന്മാവകാശ പൗരത്വ സമ്പ്രദായവും നിർത്തലാക്കി. ബൈഡൻ ഭരണകാലത്തെ 78 എക്സിക്യൂട്ടീവ് നടപടികളും ഒന്നാം ദിവസം തന്നെ ട്രംപ് അസാധുവാക്കി. കോവിഡ് ഉൾപ്പെടെയുള്ള ആഗോള പ്രതിസന്ധികൾ കൈകാര്യം ചെയ്യുന്നതിൽ ലോകാരോഗ്യ സംഘടന പൂർണ്ണ പരാജയമായിരുന്നെന്നും പറഞ്ഞാണ് ട്രംപിൻ്റെ നടപടി. സംഘടന US-നെ സാമ്പത്തികമായി വഞ്ചിച്ചെന്നും ഇനി അത് അനുവദിക്കില്ലെന്നും പ്രഖ്യാപിച്ചു. പാരീസ് ഉടമ്പടിയിൽ നിന്നും US പിന്മാറുന്ന കാര്യം ഐക്യരാഷ്ട്ര സംഘടനയെ അറിയിക്കുന്ന കത്തും തിങ്കളാഴ്ച ഉത്തരവിനൊപ്പമുണ്ട്. മറ്റ് ഉത്തരവുകൾ. ട്രാൻസ്ജെൻഡർ പരിരക്ഷ നിർത്തലാക്കി. സ്ത്രീ പുരുഷൻ എന്നീ 2 വിഭാഗങ്ങളെ മാത്രം ഫെഡറൽ സർക്കാർ അംഗീകരിക്കും. സൈന്യത്തിലെ ട്രാൻസ്ജെൻഡറുകൾക്കുള്ള ആനുകൂല്യങ്ങളും റദ്ദാക്കി. മെക്സിക്കോയോട് ചേർന്നുള്ള US-ന്റെ തെക്കൻ അതിർത്തിയിൽ അനധികൃത കുടിയേറ്റം വർദ്ധിച്ചത് പരിഗണിച്ച് അടിയന്തരാവസ്ഥ പ്രഖ്യാപിച്ചു. അനധികൃത കുടിയേറ്റക്കാർക്കെതിരെ കടുത്ത നടപടികളും തുടങ്ങി. 12 മാസത്തിനുള്ളിൽ പിന്മാറ്റം പ്രാബല്യത്തിൽ വരുന്നതോടെ ലോകാരോഗ്യ സംഘടനയ്ക്കു US നൽകുന്ന സാമ്പത്തിക സഹായം നിലയ്ക്കും. 2022-23 സംഭാവന നൽകിയ $128 കോടി സംഘടനയുടെ ആകെ വരുമാനത്തിലെ 18% വരും. കാലാവസ്ഥാ മാറ്റത്തിനെതിരെയുള്ള പോരാട്ടത്തിനായി 2015 പാരീസിലെ ഉച്ചകോടിയിൽ രൂപപ്പെട്ട ധാരണയിൽ നിന്നും ഉള്ള US പിന്മാറ്റം കൂട്ടായ പ്രവർത്തനങ്ങൾക്കു തിരിച്ചടിയാകും. ആഗോളതാപനവും കാലാവസ്ഥാ മാറ്റവും കെട്ടിച്ചമച്ച ആശങ്കകൾ മാത്രമാണെന്നാണ് ട്രംപിൻ്റെ വാദം. 2017 ഒന്നാം ഭരണകാലത്തും ട്രംപ് ഇതേ നടപടി കൈക്കൊണ്ടിരുന്നെങ്കിലും തുടർന്ന് പ്രസിഡന്റായ ജോ ബൈഡൻ സ്ഥാനമേറ്റ ദിവസം തന്നെ അവ റദ്ദാക്കിയിരുന്നു. 1 വർഷ B.Ed വീണ്ടും. 1 വർഷ കോഴ്സ് 4 വർഷ ബിരുദക്കാർക്ക് പാഠ്യപദ്ധതി ക്രമീകരിക്കാൻ സമിതി. ന്യൂഡൽഹി. 1 വർഷ B.Ed പ്രോഗ്രാം മടങ്ങിവരുന്നു. 4 വർഷ ബിരുദം പ്രോഗ്രാം പൂർത്തിയാക്കുന്നവർ ഉൾപ്പെടെയുള്ളവരെ ലക്ഷ്യമിടുന്ന കോഴ്സിൻ്റെ പാഠ്യപദ്ധതി ക്രമീകരിക്കാൻ നാഷണൽ കൗൺസിൽ ഫോർ ടീച്ചേഴ്സ് എഡ്യൂക്കേഷൻ 8-അംഗ സമിതിക്ക് രൂപം നൽകി. ഏതാനും ദിവസം മുൻപ് നടന്ന NCTE ഗവേണിംഗ് കൗൺസിൽ യോഗത്തിൽ ഇതുൾപ്പെടെ ചർച്ച ചെയ്തിരുന്നു. 1 വർഷം B.Ed 2014 അവസാനിപ്പിച്ചിരുന്നു. രാജ്യത്തെ അധ്യാപക പരിശീലനത്തിലെ നിലവാരക്കുറവ് വ്യക്തമാക്കി ജസ്റ്റിസ് KS വർമ്മ, പ്രൊഫസർ പൂനം ബദ്ര എന്നിവരുടെ 2 റിപ്പോർട്ടുകളുടെ അടിസ്ഥാനത്തിലായിരുന്നു ഈ തീരുമാനം. നിലവിൽ B.Ed 2 വർഷമാണ്. പുതുക്കിയ ദേശീയ വിദ്യാഭ്യാസ നയം അനുസരിച്ചു ബിരുദ പഠനം ഉൾപ്പെടെയുള്ളവ മാറിയ പശ്ചാത്തലത്തിലാണ് വീണ്ടും 1 വർഷ B.Ed ആരംഭിക്കുന്നത്. പുതിയ 4 വർഷ ബിരുദവും 2 വർഷത്തെ PGയും പൂർത്തിയാക്കുന്നവർക്ക് 1 വർഷ B.Edന് ചേരാവുന്ന തരത്തിലാകും ഘടന തയ്യാറാക്കുക. 3 വർഷ ബിരുദക്കാർക്ക് നിലവിലുള്ള രീതിയിൽ 2 വർഷത്തെ B.Ed തുടരും. മുണ്ടക്കൈ ചൂരൽമല ഉരുൾപൊട്ടൽ. കാണാതായ 32 പേരുടെ പട്ടിക അംഗീകരിച്ചു. കാണാതായവരെ മരിച്ചവരായി കണക്കാക്കി സർക്കാർ ഉത്തരവ് ഉടൻ. ഇതോടെ ഔദ്യോഗിക മരണസംഖ്യ 298 ആകും. കൽപ്പറ്റ. മുണ്ടക്കൈ ചൂരൽമല ദുരന്തത്തിൽ ഇനിയും കണ്ടെത്തിയിട്ടില്ലാത്ത 32 പേരുടെ പട്ടികയ്ക്ക് അംഗീകാരമായി. കാണാതായവരെ മരിച്ചവരായി കണക്കാക്കി ആശ്രിതർക്ക് ധനസഹായം വിതരണം ചെയ്യാനുള്ള തീരുമാനം നടപ്പിലാക്കുന്നതിൻ്റെ ആദ്യപടിയാണിത്. കാണാതായവരെ മരിച്ചവരായി കണക്കാക്കി ഉടൻ തന്നെ സർക്കാർ ഉത്തരവിറങ്ങും. ദുരന്തത്തിൽ മരിച്ചവരുടെ ബന്ധുക്കൾക്ക് നൽകിയിട്ടുള്ള എല്ലാ ആനുകൂല്യങ്ങളും ഇവരുടെ ബന്ധുക്കൾക്കും നൽകും. മരണ സർട്ടിഫിക്കറ്റ് അനുവദിക്കുന്നതിനുള്ള നടപടികൾക്കും തുടക്കമിട്ടു. ദുരന്തത്തിൽ 231 മൃതദേഹങ്ങളും 223 മൃതദേഹ ഭാഗങ്ങളുമാണ് ഇതുവരെ കണ്ടെടുത്തത്.
ആദ്യ ദിനം ബന്ധുക്കൾക്ക് വിട്ടുകൊടുത്ത 19 മൃതദേഹങ്ങളും DNA സാമ്പിളുകൾ ശേഖരിക്കാൻ കഴിയാത്ത സ്ഥിതിയിലായിരുന്ന 3 മൃതദേഹ ഭാഗങ്ങളും ഒഴികെയുള്ളതെല്ലാം DNA പരിശോധനയ്ക്ക് അയച്ചു. നിർണയ ലാബ് ശൃംഖല 3 മാസത്തിനകം. തിരുവനന്തപുരം പ്രാഥമികാരോഗ്യ കേന്ദ്രങ്ങൾ മുതൽ ജില്ലാ ജനറൽ ആശുപത്രികൾ വരെ സർക്കാർ മേഖലയിലെ ലാബുകളെ ബന്ധിപ്പിച്ചു നിർണയ ലാബ് ശൃംഖല 3 മാസത്തിനുള്ളിൽ നടപ്പാക്കാൻ തീരുമാനം. സാമ്പിൾ പരിശോധനാ ഫലം ഫോണിൽ ലഭ്യമാകും. വെസ്റ്റ് ബാങ്കിൽ ഇസ്രായേൽ ആക്രമണം, 8 മരണം. ജെറുസലം ഗാസ വെടിനിർത്തലിനു പിന്നാലെ അധിനിവേശ വെസ്റ്റ് ബാങ്കിലെ ജെനിൻ നഗരത്തിൽ ഇസ്രായേൽ സൈന്യം നടത്തിയ ആക്രമണത്തിൽ 8 പലസ്തീൻകാർ കൊല്ലപ്പെട്ടു. 35 പേർക്ക് പരിക്കേറ്റു. ഹെലികോപ്റ്ററുകളുടെ സഹായത്തോടെയായിരുന്നു ആക്രമണം. ജെനിൻ നഗരത്തിലെ അഭയാർത്ഥി ക്യാമ്പ് കേന്ദ്രീകരിച്ചുള്ള പലസ്തീൻ സായുധ സംഘടനകളെ ലക്ഷ്യമിട്ട് ഏതാനും വർഷങ്ങളായി ഇസ്രായേൽ സൈന്യം ഇവിടെ ആക്രമണം നടത്തിവരികയാണ്. വെസ്റ്റ് ബാങ്കിൽ പലസ്തീൻ പ്രദേശങ്ങളിൽ ആക്രമണം നടത്തുന്ന ഇസ്രായേലി കുടിയേറ്റക്കാർക്കെതിരെയുള്ള ഉപരോധം പിൻവലിക്കുമെന്ന് ട്രംപിൻ്റെ പ്രഖ്യാപനത്തിനു പിന്നാലെയാണ് ജെനിൻ നഗരത്തിൽ ആക്രമണം നടത്താൻ ഇസ്രായേൽ പ്രധാനമന്ത്രി ബെന്യാമിൻ നെതന്യാഹു ഉത്തരവിട്ടത്. അതേസമയം ഗാസയിൽ വെടിനിർത്തൽ 3-ാം ദിവസം പിന്നിട്ടു. ജീവകാരുണ്യ സഹായവുമായി കൂടുതൽ ട്രക്കുകൾ എത്തി. വധിക്കാനുള്ള വിധി, വധശിക്ഷയുടെ ചരിത്രം, മറ്റു വിവരങ്ങൾ. രാജ്യത്തെ നിയമവ്യവസ്ഥ കുറ്റകൃത്യങ്ങൾക്കുള്ള ശിക്ഷ എന്ന നിലയിൽ കുറ്റവാളിയെ വധിക്കാൻ ആജ്ഞാപിക്കുന്നതാണ് വധശിക്ഷ അല്ലെങ്കിൽ ക്യാപിറ്റൽ പണിഷ്മെൻറ്റ്. പൊതുവെ വളരെ ഗുരുതരമായ കുറ്റങ്ങൾക്കാണ് വധശിക്ഷ നൽകുക. BC 18-ാം നൂറ്റാണ്ടിൽ ബാബിലോൺ രാജാവായ ഹമ്മുറാബി പുറത്തിറക്കിയ നിയമസംഹിതയിലാണ് വധശിക്ഷ വ്യവസ്ഥ ചെയ്തിരിക്കുന്നതിൻ്റെ ആദ്യ രേഖയുള്ളത്. എന്നാൽ മരണശിക്ഷ അതിനു മുൻപേ ലോകത്തുണ്ട്. പണ്ട് അതിക്രമം, നിലവിൽ തൂക്കിക്കൊല, വെടിവെച്ച് കൊല്ലൽ, ശിരച്ഛേദം, വിഷം കുത്തിവെക്കൽ എന്നീ മാർഗങ്ങളാണ് വിവിധ രാജ്യങ്ങൾ വധശിക്ഷയ്ക്കായി ഉപയോഗിക്കുന്നത്. എന്നാൽ പ്രാചീന കാലത്ത് വധശിക്ഷ കൂടുതൽ ക്രൂരമായിരുന്നു. തിളച്ച എണ്ണയിൽ മുക്കിയും ചൂടുവെള്ളത്തിൽ പുഴുങ്ങിയും ശരീരമാസകലം ആണി തറച്ചു കയറ്റിയും പാറകളിൽ നിന്നെറിഞ്ഞും കോടാലി കൊണ്ട് വെട്ടിയുമൊക്കെ വധശിക്ഷ നടപ്പാക്കിയിരുന്നു. വധശിക്ഷയ്ക്ക് വിധേയരായവരുടെ വികൃതമാക്കപ്പെട്ട ശരീരങ്ങൾ പൊതുവിടങ്ങളിൽ പ്രദർശിപ്പിക്കുന്ന രീതിയും ചില രാജ്യങ്ങളിലുണ്ടായിരുന്നു. സ്വതന്ത്ര ഇന്ത്യയിലെ ആദ്യ വധശിക്ഷ കൊലപാതക കേസ് പ്രതിയായ രഘുരാജ് സിംഗിൻ്റേതാണ്. ജബൽപൂരിലാണ് ഇത് നടന്നത്. ഇതുവരെ 750-ൽ അധികം പേർക്ക് ഇന്ത്യയിൽ വധശിക്ഷ ലഭിച്ചിട്ടുണ്ടെന്ന് കണക്കുകൾ സൂചിപ്പിക്കുന്നു. വധശിക്ഷ ലഭിച്ച ചില മുൻ ഭരണാധികാരികൾ: ബെനിറ്റോ മുസോളിനി, ഇറ്റലി 1945, പാട്രിസ് ലുമുംബ, കോങ്കോ 1961, സുൽഫിക്കർ അലി ഭൂട്ടോ, പാകിസ്ഥാൻ 1979, മുഹമ്മദ് നജീബുല്ല, അഫ്ഗാനിസ്ഥാൻ 1996, സദ്ദാം ഹുസൈൻ, ഇറാഖ് 2006. ഈ ലിസ്റ്റൊന്നും പൂർണ്ണമല്ല. 18 മിക്ക രാജ്യങ്ങളും 18 വയസ്സിൽ താഴെയുള്ളവർക്ക് വധശിക്ഷ നൽകാറില്ല. എന്നാൽ പണ്ട് ഇംഗ്ലണ്ടിലും US-ലും ഉൾപ്പെടെ ഇത് നടന്നിരുന്നു. 2005-ൽ ആണ് പ്രായപൂർത്തിയാകാത്തവരെ വധിക്കുന്നത് US നിയമം മൂലം നിരോധിച്ചത്. ജോ ക്ലാസ്, മെൽബൺ. കാലം മാറുന്നു, കോർട്ട് മാറുന്നു, എതിരാളികൾ മാറുന്നു, പക്ഷേ നൊവാക് ജോക്കോവിച്ചിന് മാത്രം മാറ്റമില്ല. സ്വയം റീചാർജ് ചെയ്യപ്പെടുന്ന ഒരു യന്ത്രം പോലെ ഊർജ്ജസ്വലമായി കളിച്ച 37-കാരൻ ജോക്കോയ്ക്ക് മുന്നിൽ ഇത്തവണ വീണുപോയത് 21-കാരൻ കാർലോസ് അൽക്കാരസ്. ഓസ്ട്രേലിയൻ ഓപ്പൺ ക്വാർട്ടർ ഫൈനലിൽ 4-6, 6-4, 6-3, 6-4 എന്ന സ്കോറിനാണ് ജോക്കോയുടെ ജയം. 25-ാം ഗ്രാൻഡ് സ്ലാം കിരീടത്തിലേക്ക് ഇനി സെർബിയൻ സൂപ്പർ താരത്തിന് 2 മത്സരങ്ങളുടെ ദൂരം മാത്രം. വെള്ളിയാഴ്ച നടക്കുന്ന സെമി ഫൈനലിൽ ജർമ്മൻ താരം അലക്സാണ്ടർ സ്വരേവാണ് ജോക്കോയുടെ എതിരാളി. ഇന്നലെ ആദ്യ ക്വാർട്ടറിൽ 2ാം സീഡ് സ്വരേവ് US-ൻ്റെ 12ാം സീഡ് ട്രോമി പോളിനെ മറികടന്നു. 7-6, 7-6, 2-6, 6-1.
ജോക്കോവിച്ച് വൈദ്യസഹായം തേടിയ ആദ്യ സെറ്റ് കടുത്ത പോരാട്ടത്തിനൊടുവിൽ ഒരു ഏയ്സിലൂടെ സ്വന്തമാക്കിയത് മാത്രമാണ് അൽക്കാരസ് ഈ മത്സരത്തിൽ ഓർമ്മിക്കുന്ന നിമിഷം. ദീർഘമായ റാലികളിലൂടെ എതിരാളിയെ ക്ഷീണിപ്പിക്കുന്ന പതിവ് ശൈലിക്കു പകരം നെറ്റിനടുത്തേക്ക് കുതിച്ചെത്തി അഗ്രസീവായിട്ടായിരുന്നു രണ്ടാം സെറ്റിൽ ജോക്കോവിച്ചിൻ്റെ കളി. അടിപതറാതെ അൽക്കാരസ് 3-3 ഒപ്പമെത്തിയെങ്കിലും ഒരു ഘട്ടത്തിലും ജോക്കോവിച്ച് തൻ്റെ മുൻതൂക്കം കൈവിട്ടില്ല. മൂന്നാം സെറ്റിൽ തുടക്കം മുതൽ മുന്നേ കുതിച്ച ജോക്കോവിച്ചിനു മുന്നിൽ അൽക്കാരസിനു മറുപടിയേതും ഉണ്ടായില്ല. മത്സരം അഞ്ചാം സെറ്റിലേക്ക് നീട്ടിയെടുക്കുക എന്ന ലക്ഷ്യത്തോടെ അൽക്കാരസ് ആഞ്ഞു പൊരുതിയതോടെ നാലാം സെറ്റിൽ ആവേശ നിമിഷങ്ങളുണ്ടായി. 2-4 പിന്നിൽ നിൽക്കവേ 33 ഷോട്ടുകൾ നീണ്ട ഒരു റാലി ജയിച്ച് അൽക്കാരസ് തിരിച്ചുവരവിൻ്റെ പ്രതീക്ഷയുയർത്തി. എന്നാൽ എല്ലായ്പ്പോഴും അൽക്കാരസിനെ ഒരടി പിന്നിൽ നിർത്തി കുതിച്ച ജോക്കോ 6-4 സെറ്റും മത്സരവും സ്വന്തമാക്കി. ഇന്ത്യ-ഇംഗ്ലണ്ട് ഒന്നാം ട്വൻ്റി ഇന്നു രാത്രി 7 കൊൽക്കത്ത. ചാമ്പ്യൻസ് ട്രോഫിക്കുള്ള ഇന്ത്യൻ ടീമിൽ നിന്നും തഴയപ്പെട്ടതും കേരള ക്രിക്കറ്റ് അസോസിയേഷനുമായുള്ള പ്രശ്നങ്ങളും ഉൾപ്പെടെ അടുത്തിടെയുണ്ടായ വിവാദങ്ങളിലെല്ലാം മൗനം പാലിച്ചു നിൽക്കുകയാണ് സഞ്ജു സാംസൺ. ഇന്ത്യ-ഇംഗ്ലണ്ട് ട്വൻ്റി പരമ്പരയ്ക്ക് ഇന്നു തുടക്കമാകുമ്പോൾ സഞ്ജു ബാറ്റുകൊണ്ട് തൻ്റെ മനസ്സ് തുറക്കുമെന്നാണ് ആരാധകരുടെ പ്രതീക്ഷ. ദക്ഷിണാഫ്രിക്കൻ ട്വൻ്റി പരമ്പരയിലെ 2 സെഞ്ചുറി നേട്ടം ഉൾപ്പെടെയുള്ള മികച്ച പ്രകടനം ഇംഗ്ലണ്ടിനെതിരെയും സഞ്ജു തുടർന്നാൽ അതൊരു ശക്തമായ മറുപടി കൂടിയാകും. ഈഡൻ ഗാർഡൻസിൽ രാത്രി 7 മത്സരത്തിനു തുടക്കം. സ്റ്റാർ സ്പോർട്സ് ചാനലുകളിലും ഗംഭീരമാക്കാൻ ഇന്ത്യ. ഓസ്ട്രേലിയൻ പര്യടനത്തിനു പിന്നാലെ തൻ്റെ സ്ഥാനം തന്നെ ആശങ്കയിലായ ഇന്ത്യൻ പരിശീലകൻ ഗൗതം ഗംഭീറിന് ഇംഗ്ലണ്ട് പരമ്പര എന്തു വില കൊടുത്തും ജയിച്ചേ മതിയാകൂ. ടെസ്റ്റിലും ഏകദിനങ്ങളിലും തോറ്റെങ്കിലും ട്വൻ്റിയിൽ ഗംഭീറിനു കീഴിൽ ഇന്ത്യ ഇതുവരെ പരാജയമറിഞ്ഞിട്ടില്ല. 6 രാജ്യാന്തര ട്വൻ്റി മത്സരങ്ങളിൽ 6ലും ജയിച്ചു. ഈ വിജയവാഴ്ച തുടരുക എന്ന ലക്ഷ്യമാണ് ഗംഭീറിനു മുന്നിലുള്ളത്. ചാമ്പ്യൻസ് ട്രോഫി പടിവാതിലിൽ നിൽക്കെ പ്രധാന താരങ്ങൾക്ക് വിശ്രമം നൽകി യുവനിരയുമായാണ് ഇന്ത്യ എത്തുന്നത്. അപ്പോഴും എതിരാളികൾ കരുത്തരായി. ഇംഗ്ലണ്ട് ആയതിനാൽ ടീമിൽ കാര്യമായ പരീക്ഷണത്തിനു മുതിരാൻ ഗംഭീർ തയ്യാറാകില്ല. ദക്ഷിണാഫ്രിക്കയിൽ പരീക്ഷിച്ച അഭിഷേക് ശർമ്മ, സഞ്ജു സാംസൺ ഓപ്പണിംഗ് ജോഡി തന്നെ ഇംഗ്ലണ്ടിനെതിരെയും തുടർന്നേക്കും. മിന്നും ഫോമിലുള്ള തിലക് വർമ്മ 3-ാം നമ്പറിൽ എത്തും. ക്യാപ്റ്റൻ സൂര്യകുമാർ യാദവ്, ഹാർദിക് പാണ്ഡ്യ, റിങ്കു സിംഗ്, നിതീഷ് കുമാർ റെഡ്ഡി എന്നിവർക്കാകും മധ്യനിരയുടെ ചുമതല. അർഷ്ദീപ് സിംഗും മുഹമ്മദ് ഷമിയും പേസ് നിര കൈകാര്യം ചെയ്യുമ്പോൾ വരുൺ ചക്രവർത്തി, വൈസ് ക്യാപ്റ്റൻ അക്ഷർ പട്ടേൽ എന്നിവർക്കാകും സ്പിൻ നിരയുടെ ചുമതല. ഷമിയുടെ ഫിറ്റ്നസിൽ സംശയമുണ്ടെങ്കിൽ ഹർഷിത് റാണ ആദ്യ 11-ൽ എത്തും. അണ്ടർ വൈഷ്ണവി. അണ്ടർ 19 വനിതാ ലോകകപ്പിൽ മലേഷ്യയ്ക്ക് എതിരെ ഇന്ത്യക്ക് 10 വിക്കറ്റ് ജയം. കോലാലംപൂർ. 4 ഓവറിൽ 5 റൺസ് മാത്രം വഴങ്ങി ഹാട്രിക് ഉൾപ്പെടെ 5 വിക്കറ്റ്. ഇതിലും മികച്ചൊരു അരങ്ങേറ്റം മധ്യപ്രദേശുകാരി വൈഷ്ണവി ശർമ്മ സ്വപ്നം കണ്ടു കാണില്ല. അണ്ടർ 19 വനിതാ ട്വൻ്റി ലോകകപ്പിൽ മലേഷ്യൻ ബാറ്റിംഗ് നിര തകർന്നടിഞ്ഞത് ഇടംകൈ സ്പിന്നറായ വൈഷ്ണവിയുടെ മാജിക് സ്പെല്ലിനു മുന്നിലാണ്. ആദ്യം ബാറ്റ് ചെയ്ത മലേഷ്യയെ 31 റൺസിൽ ഓൾ ഔട്ടാക്കി നാണം കെടുത്തിയ ഇന്ത്യക്ക് കൗമാര ലോകകപ്പിലെ 2ാം മത്സരത്തിൽ 10 വിക്കറ്റിൻ്റെ അനായാസ ജയം. ഈ ലോകകപ്പിലെ ആദ്യ ഹാട്രിക്കും നേടിയാണ് ഇന്ത്യൻ ജേഴ്സിയിലെ അരങ്ങേറ്റം വൈഷ്ണവി ആഘോഷിച്ചത്. സ്കോർ: മലേഷ്യ 14-3 ഓവറിൽ 31, ഇന്ത്യ 2.5 ഓവറിൽ വിക്കറ്റ് നഷ്ടമില്ലാതെ 32. ടോസ് വഴങ്ങി ആദ്യം ബാറ്റിംഗിനിറങ്ങിയ ആതിഥേയർക്ക് തുടക്കം മുതൽ ഇന്ത്യൻ ബോളർമാർക്ക് മുൻപിൽ മുട്ടയിടിച്ചു. മലയാളി താരം VJ ജോഷിദയെ അറിഞ്ഞ 2ാം ഓവറിലായിരുന്നു ആദ്യം വിക്കറ്റ്. ജോഷിദയുടെ അടുത്ത ഓവറിൽ മറ്റൊരു മലേഷ്യൻ ബാറ്റർ റണ്ണൌട്ടുമായി. 8ാം ഓവറിൽ പന്തെറിയാനെത്തിയ വൈഷ്ണവി ആദ്യ 2 ഓവറുകളിൽ ഓരോ വിക്കറ്റ് വീതം നേടിയപ്പോൾ 4ാം ഓവറിൽ
ഹാട്രിക്കും നേടി. മറ്റൊരു ഇന്ത്യൻ സ്പിന്നർ ആയുഷി ശുക്ല 3 വിക്കറ്റെടുത്തു. ഇംഗ്ലണ്ടിനെ വീഴ്ത്തി ഇന്ത്യ ജേതാക്കൾ. കൊളംബോ. ശാരീരിക വെല്ലുവിളി നേരിടുന്നവരുടെ ചാമ്പ്യൻസ് ട്രോഫി ട്വൻ്റി ക്രിക്കറ്റിൽ ഇംഗ്ലണ്ടിനെ തോൽപ്പിച്ച് ഇന്ത്യ ജേതാക്കൾ. ഫൈനലിൽ 79 റൺസിനാണ് ഇന്ത്യയുടെ ജയം. ആദ്യം ബാറ്റ് ചെയ്ത 4 വിക്കറ്റ് നഷ്ടത്തിൽ 197 റൺസ് നേടിയ ഇന്ത്യ പിന്നീട് ഇംഗ്ലണ്ടിനെ 118 റൺസിന് പുറത്താക്കി. അർദ്ധ സെഞ്ചുറി നേടിയ യോഗേന്ദ്ര ഭത്തോരിയെയും 40 പന്തിൽ 73 4 വിക്കറ്റ് വീഴ്ത്തിയ രാധിക പ്രസാദുമാണ് ഇന്ത്യയുടെ വിജയശില്പികൾ. മെഡൽ ജേതാക്കൾക്ക് ഉത്തരാഖണ്ഡിൻ്റെ വാഗ്ദാനം. ജോലിയും പിന്നെ 12 ലക്ഷം രൂപയും. കൊച്ചി. ഇത്തവണത്തെ ദേശീയ ഗെയിംസിൽ സ്വർണ്ണ മെഡൽ നേടുന്ന ഉത്തരാഖണ്ഡ് താരങ്ങൾക്ക് ലഭിക്കുക ജോലിയും 12 ലക്ഷം രൂപയും. സംസ്ഥാനം ആദ്യമായി ആതിഥ്യം വഹിക്കുന്ന ദേശീയ ഗെയിംസിൽ മികച്ച പ്രകടനം ലക്ഷ്യമിട്ടാണ് പ്രഖ്യാപനം. വെള്ളി, വെങ്കലം മെഡൽ ജേതാക്കൾക്ക് യഥാക്രമം 8 ലക്ഷം, 6 ലക്ഷം രൂപ എന്നിങ്ങനെ ലഭിക്കും. ഇതോടെ ദേശീയ ഗെയിംസ് മെഡൽ ജേതാക്കൾക്ക് ഏറ്റവും ഉയർന്ന സമ്മാനത്തുക നൽകുന്ന സംസ്ഥാനമായി ഉത്തരാഖണ്ഡ് മാറും. കഴിഞ്ഞ ദേശീയ ഗെയിംസിൽ 3 സ്വർണം ഉൾപ്പെടെ 8 മെഡലുകൾ നേടിയ ഉത്തരാഖണ്ഡ് 25ാം സ്ഥാനത്തായിരുന്നു. ശുഭദിനം. നന്ദി.